ഹായ് ഗായ്സ്, ഞാനൊരു ഡേ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റു, കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ ബാപ്പയ്ക്ക് ഇന്നൊരു നിശ്ചയത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. ആ ഫങ്ഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി ഇങ്ങനെ റോഡിലൊക്കെ വെറുതെ ഇങ്ങനെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. ബാപ്പേൻ്റെ പിന്നാലെ തന്നെ ബാപ്പ പോയി. ബാപ്പയുടെ പിന്നാലെ ഞങ്ങളും വിട്ടു. ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ ഈസയും പിന്നാലെ പോയി. പെട്ടെന്നൊരു വണ്ടി അപ്പുറത്തുനിന്ന് റോങ് സൈഡ് കയറി വന്നു കേട്ടോ. ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇടിച്ചേനെ. അപ്പോൾ ബാപ്പയുടെ പിന്നാലെ ഞാനും മിസ്സ ബേബിയും കൂടി നടന്നിങ്ങനെ റോട്ടിലോട്ട് ഇറങ്ങി. അവിടെ ഞാൻ പറഞ്ഞില്ല, നല്ല പ്രകൃതിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ഇങ്ങനെ നടന്ന് അവിടെയൊക്കെ ഇങ്ങനെ പോയിരിക്കും. ഞാൻ വീട്ടിൽ താത്തമാരൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഇവിടെ വന്നിരുന്നിരിക്കും. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഞാനും ഇവിടെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുറച്ച് ആ മതിലിൻ്റെ അടുത്ത് കയറി ഇങ്ങനെ ഇരുന്നു. കുറേ നേരം സംസാരിച്ചു. പരിചയമുള്ള അയൽവാസികളൊക്കെ കണ്ടു, സംസാരിച്ചുകൊണ്ടിരുന്നു കുറച്ച് നേരം. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് തൂക്കാനും അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മുറ്റൊക്കെ തൂത്തു വാരി. മുറ്റൊക്കെ തൂക്കാണ്. നല്ല ചളിയും നല്ല മഴയായിരുന്നു. ഇന്ന് ലേശം മഴയ്ക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ തൂക്കലും അലക്കു പരിപാടിയൊക്കെ ആയിരുന്നു ഇന്ന് വെയിലുള്ളതുകൊണ്ട് സകലതും വാരി എല്ലാം പെറുക്കി ഞാൻ അലക്കാനെടുത്തു. ഇന്ന് ഫുള്ളും വെയിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫുള്ള് അലക്കാനും തുടപ്പും എല്ലാം പരിപാടിയായിട്ട് ഞാനിങ്ങ് ഇറങ്ങി. വീഡിയോ എടുക്കുന്നത് ഇസയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ അലക്കും പുറത്തുള്ള ജോലികളൊക്കെ എടുക്കുമ്പോൾ ഉമ്മ കിച്ചണിലെ ചോറും കറിയും എല്ലാം ഉമ്മ തന്നെ ഉണ്ടാക്കും കേട്ടോ. അലക്കൊക്കെ കഴിഞ്ഞു ഞാൻ വിരിച്ചു. അപ്പോഴേക്കും പാവം എൻ്റെ അമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതാ ഉമ്മ, എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ കട്ടിലിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് എന്താ അങ്ങനെ മീനൊക്കെ പച്ചക്കറിയൊക്കെ മുറിക്കുന്നതെന്ന്. അത് ഉമ്മക്ക് കാലിന് 2 മുട്ടിനും തേയ്മാനമാണ്. അതുകൊണ്ട് ഒരുപാട് സമയം നിൽക്കാനൊന്നും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. കാല് മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധനമൊക്കെ വാരി വലിച്ചിട്ടത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. എല്ലാം അമ്മൻ്റെ കൈ എത്തുന്ന സ്ഥലത്ത് വേണം. എടുത്ത് നടന്നു പോകാനൊന്നും അത്ര പറ്റൂല. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ ഒരു ഇതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യും. കിച്ചണിലെ എല്ലാ ജോലികളും ചെയ്യും. പതുക്കെ നടന്ന് ചോറ് അടുപ്പത്തൊന്നും വേകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യുന്നത്. കിച്ചണിലെ സകല ജോലികളും ഉമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞാലും ആ ചോറും കറിയൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കും. അപ്പോൾ ഞാൻ എൻ്റെ അലക്കൊക്കെ കഴിഞ്ഞ് വിരിച്ചിട്ടതാണ്. വെയിലുണ്ട്, അത്യാവശ്യം ഉണങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. വീഡിയോ എടുക്കുന്ന ആളെ ഇസ ബേബിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെയൊക്കെ. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ബാപ്പ എന്താ താഴെ ഇരിക്കുന്നതെന്ന് വിചാരിക്കും നിങ്ങളെല്ലാവരും. ബാപ്പക്ക് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ മേശ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല.
ഞാൻ സെറ്റിൽ കയറിയിരുന്നു. ഉമ്മക്ക് കാല് വയ്യാത്തതുകൊണ്ട് ഉമ്മ കസേരയിൽ കയറി ഇരുന്നിട്ട് കാല് വേറൊരു കസേരയിൽ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. നല്ല ചെമ്മീനും ഉരുളക്കിഴങ്ങും ഇട്ട നല്ല തേങ്ങ അരിച്ച നല്ല കറിയും തോരനും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഉമ്മമാരുടെ കയ്യിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ? അത് എത്ര കഴിച്ചാലും മതി വരില്ല, അത്രക്കും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ അല്ലേ? തിരിച്ചു പോകുമ്പോൾ അതിലേറെ വിഷമമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ. താങ്ക് യു.